ആദിലൊരു ക്രിമിനൽ ആണെന്ന് സാറിനിപ്പോ തോന്നുന്നുണ്ടോ? ഇല്ല, അവനൊരു ആണായിരുന്നു. എനിക്കിപ്പോ ആദിലിനോട് കൂടുതൽ ബഹുമാനം തോന്നാമി. ഒരു ദിവസം മുമ്പ് അവനെ സഹായിക്കാൻ പറ്റാത്തതില് എനിക്ക് കുറ്റബോധമുണ്ട്. സഹായിക്കാൻ തോന്നിയ ആളിന് കുറ്റബോധം തോന്നേണ്ട ആവശ്യമില്ല സർ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു ദുരന്തം കൂടി എഴുതി വെച്ചിട്ടുണ്ടാവും. ഇനി ഒരിക്കലും ഇതിന്ന് കരകയറാനാവില്ലെന്നറിയാം. എന്നാലും പ്രതീക്ഷയുടെ അവസാന കച്ചിത്തുരുമ്പെന്ന പോലെ ഞാൻ സാറിന്റെ നമ്പർ എടുത്ത് വിളിച്ചത്. ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് അമ്മി പറഞ്ഞോളൂ. ആദിലിന് അവകാശപ്പെട്ട 10 ലക്ഷം രൂപ എന്റെ കയ്യിലുണ്ടെന്ന അധികാരം വെച്ച് തന്നെ പറയാം. പണം കിട്ടിയിട്ട് എനിക്കിനി ഒന്നും ചെയ്യാനില്ല സർ. ആർക്കും തിരിച്ചു കൊടുക്കേണ്ട ആവശ്യം തൽക്കാലം വരുന്നില്ല. ഇപ്പൊ എന്തിനാ വെറുതെ ഞാൻ 10 ലക്ഷം രൂപ വാങ്ങി ഇവിടെ സൂക്ഷിച്ചിട്ട്, അതും ശത്രുക്കൾ കൊണ്ടുവന്നേനോ? എന്നാ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ ആമി പറയുന്നത്? സാറിന് പറ്റുമെങ്കിൽ ജയിലിൽ പോയി ആദിലിനെ ഒന്ന് കാണണം. ആദിലിന് വേണ്ടി വാദിക്കാൻ ഒരു വക്കീലിനെ വെക്കണം. ആ മനുഷ്യനെ ജയിലിൽ നിന്നൊന്ന് ഇറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ആ പണം ഉപയോഗിച്ച് അത് ചെയ്യണം. അമ്മി, അതില് ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നത്. അതിന്നങ്ങനെ അത്ര പെട്ടെന്ന് ആദി ഏത് സാഹചര്യത്തിൽ അത് ചെയ്തതെന്ന് കൂടുതൽ തെളിയിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. പ്രധാന സാക്ഷികള് ഞാനും എന്റെ മകളും അല്ലേ. കോടതിയിൽ വന്ന് സാക്ഷി പറയാനുള്ളൊരു അവസരമെങ്കിലും ഞങ്ങൾക്കുണ്ടാക്കി തന്നാ മതി. ശരി, ഞാൻ നോക്കട്ടെ. പറ്റുമെങ്കിൽ നാളെ തന്നെ ജയിലിൽ പോയി അതിനെ കാണാൻ പറ്റുമോ നോക്കാം. അതുപോലെ മതി, അത് മതി സർ.